ഇത് ഇത്രയേ ഉള്ളൂ രാഷ്ട്രീയം. ഇന്നലെ വരെ കീരിയും പാമ്പും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞിരുന്ന പ്രസിഡന്റ് ട്രംപും ന്യൂയോർക്ക് മേയർ എലക്റ്റ് മാംദാനിയും ഇന്നിപ്പോൾ ഇതാ അടയും ചക്കരയും പോലെയായി. വലിയ ഉറ്റ സുഹൃത്തുക്കൾ, ഉറ്റ ചങ്ങാതിമാരായി മാറിയിരിക്കുന്നു. ഇത് ഈ മായാജാലം എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അതാണ് രാഷ്ട്രീയത്തിൻ്റെ കാര്യം. ഇതിൽ പ്രസിഡന്റ് ട്രംപിനെ പറ്റി പറയുമ്പോൾ ഈ ഒരു ബിസിനസ്സുകാരനാണല്ലോ, അതുകൊണ്ട് തന്നെ അദ്ദേഹം നിലപാട് എപ്പോൾ വേണേലും മാറ്റാൻ അദ്ദേഹം തയ്യാറാണ്. നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന കടുംപിടുത്തം എന്നൊരു പരിപാടി അദ്ദേഹത്തിനില്ല. പക്ഷേ ഒരേ ഒരു കാര്യം, ഈ കടുംപിടുത്തമില്ലെങ്കിലും ട്രംപ് ഒരിക്കൽ ഓരോ തീരുമാനങ്ങളെടുക്കും. അത് പിന്നെ നടപ്പിൽ വരുത്തുന്നത് മറ്റുള്ളവരാണ്. കടുംപിടുത്തമുള്ളവരും പിന്നെ ഈ മനുഷ്യരെ വെറുക്കുന്നവരും പിന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരും അങ്ങനെയുള്ള ആളുകളാണ് നടപ്പിൽ വരുത്തുന്നത്. അവിടെയാണ് അതിൻ്റെ പ്രശ്നം ഇരിക്കുന്നത്. നേരെ മറിച്ച് ട്രംപ് പിന്നെ നിലപാടുകൾ ഒരു നേരത്തെ ഒരു കാര്യം പറയുമെങ്കിലും പിന്നീട് പിന്നെ അതിൽ മാറ്റം വരുത്താനും പിന്നെ അത് അപ്ഗ്രേഡ് ചെയ്യാനും അല്ലെങ്കിൽ അത് ഡൗൺഗ്രേഡ് ചെയ്യാനും ഒക്കെ തയ്യാറാണ്. ഒരു രാഷ്ട്രീയക്കാരൻ്റെയും ഒരു നല്ല ബിസിനസ്സുകാരൻ്റെ പിന്നെ വലിയ ലക്ഷണമാണത്. ഒരു കാരണവശാലും കടുംപിടുത്തമില്ല. അത് രാഷ്ട്രീയ രംഗത്തും നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് ഈ വൈറ്റ് ഹൗസിൽ ഇന്ന് ഒരു അടിപിടി ഉണ്ടാവും. കാരണം അങ്ങനെ അടിപിടിക്ക് വൈറ്റ് ഹൗസിൽ ട്രംപിന് അങ്ങനെ മടിയൊന്നുമില്ലാതെ നമ്മൾ കണ്ടതാണ്. സെലൻസ്കിയെ പിടിച്ചു കുടഞ്ഞു. അതുപോലെ തന്നെ പിന്നെ ഈ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് രാമാഫോസോ അങ്ങേര് വന്നപ്പോൾ അങ്ങേരെ പിടിച്ചു കുടഞ്ഞു. കാരണം അവിടെ വെള്ളക്കാർ പിന്നെ ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാർക്ക് പിന്നെ വലിയ കഷ്ടപ്പാടാണെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പേരിൽ സെലൻസ്കിയെ പിന്നെ മൊത്തത്തിലിട്ട് കുടയുകയായിരുന്നു ചെയ്തത്. അവിടെ ഇലക്ഷൻ നടന്നില്ല, അവിടെ അഴിമതി നടക്കുന്നു, പിന്നെ അവർ പിന്നെ പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കുന്നില്ല. ഇങ്ങനെ നാനാവിധ കാര്യങ്ങൾക്ക് വേണ്ടി പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും കടന്നാക്രമിക്കുകയായിരുന്നു. സെലൻസ്കി ഒട്ടും പിന്നെ മടിച്ചില്ല, തിരിച്ച് അതേ രീതിയിലൊക്കെ മറുപടിയും പറഞ്ഞു. അതിൻ്റെ പേരിൽ പിണങ്ങിപ്പിരിഞ്ഞാണ് അവർ പോയത്. പിന്നീട് ലോഹ്യത്തിലായി. ഇപ്പോഴിതാ പിന്നെ പിന്നെ ഈ യുക്രൈൻ്റെ കുറേ ഭാഗമെല്ലാം റഷ്യക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു ഒത്തുതീർപ്പുണ്ടാക്കാനായിട്ടാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 28 പരിപാടി അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നു. അതായത് ഉക്രൈൻ എന്ന രാജ്യത്തിൻ്റെ ഒരു പകുതി നഷ്ടപ്പെടും. അവർക്ക് അവരുടെ പട്ടാളവും ഒക്കെ പകുതിയായിട്ട് മാത്രം പിന്നെ പകുതി മാത്രം നിലനിർത്താനുള്ള അവകാശമുള്ളൂ. അങ്ങനെ ആ രീതിയിൽ ഒരു രാജ്യമെന്ന നിലയിലുള്ള എല്ലാവിധ അവകാശങ്ങളും പോകുന്ന രീതിയിലേക്ക് പിന്നെ അങ്ങനെയുള്ളൊരു കരാറ് ഒപ്പിടണമെന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുന്നു. എന്തായാലും ഈ രാഷ്ട്രീയ രംഗത്ത് ഇങ്ങനെ മാറ്റങ്ങളും മറിച്ചിലുകളും എല്ലാം നിരന്തരം നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാംദാനിയുടെ കാര്യത്തിൽ ഈ ട്രംപ് പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ പിന്നെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത് ഈ മാംദാനി താമസിക്കുന്ന അസ്റ്റോറിയയിൽ, ന്യൂയോർക്ക് സിറ്റിയിലെ അസ്റ്റോറിയ ക്യൂൻസിൽ. അപ്പോൾ ക്യൂൻസിൽ തന്നെയാണ് പ്രസിഡൻറ്റും ജനിച്ചു വളർന്നത്. അപ്പോൾ ആ രണ്ടു കൂട്ടരും ഒരേ സ്ഥലത്തു നിന്ന് വരുന്നവരാണ്. അതുകൊണ്ട് ന്യൂയോർക്ക് സിറ്റിയുടെ ഉന്നതി നമ്മൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രസിഡൻറ്റ്. അപ്പോൾ അതുകൊണ്ട് മാംദാനി ചെയ്യുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യും. എന്ന് മാത്രമല്ല, ഒരു മഹാനായ മേയറാകാൻ അദ്ദേഹത്തിന് എല്ലാ കഴിവുമുണ്ട്. അദ്ദേഹം കൂടുതൽ മഹാനാകട്ടെ, മഹത്തായ കാര്യങ്ങൾ ചെയ്യട്ടെ. അപ്പോൾ അത് അത്രയധികം ഞാൻ സന്തോഷിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ മാംദാനിക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ചെയ്യില്ല, ന്യൂയോർക്ക് സിറ്റിക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ചെയ്യില്ല. കാരണം ന്യൂയോർക്ക് സിറ്റി പിന്നെ ഏറ്റവും വലിയ മഹത്തരമായ ഒരു സിറ്റിയായി മാറണമെന്ന് രണ്ടുപേരും ആഗ്രഹിക്കുന്നു. മാത്രവുമല്ല, ഈ മാംദാനിയെപ്പറ്റി നിങ്ങൾ ഈ പലർക്കും തെറ്റിദ്ധാരണകളുണ്ട്. അങ്ങനെയൊന്നുമല്ല, അദ്ദേഹം ഒരു മഹാനായ പിന്നെ മേയറായി മാറുമെന്ന് നിങ്ങൾ പിന്നെ അതിനാണ് സാധ്യത, അത് അങ്ങനെയാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊള്ളുക എന്നുള്ള രീതിയിലാണ് പ്രസിഡന്റ് പറഞ്ഞത്. അതുപോലെ തന്നെ ഏറ്റവും പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറഞ്ഞത് ഈ പിന്നെ ന്യൂയോർക്കിലേക്ക് പിന്നെ ഫെഡറൽ പിന്നെ ഐസിനെ, ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റും അതുപോലെ തന്നെ നാഷണൽ ഗാർഡോ ഒക്കെ നിയോഗിക്കും എന്നുള്ളൊരു ഒരു ശ്രുതി ഉണ്ടായിരുന്നു. പക്ഷേ അതുണ്ടാവില്ല എന്നാണ് ഇപ്പം ഈ ചർച്ചയ്ക്ക് ശേഷം നമുക്ക് മനസ്സിലാകുന്നത്. പ്രസിഡന്റ് പറഞ്ഞത് ന്യൂയോർക്കിൽ പിന്നെ ഈ ഇല്ലീഗലായിട്ട് വന്നിരിക്കുന്ന ആളുകളിൽ പിന്നെ മർഡറേഴ്സ്, പിന്നെ കൊലപാതകികളും റേപ്പിസ്റ്റുകളും അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്ത പിന്നെ ധാരാളം പേരുണ്ട്. അവരെല്ലാം ന്യൂയോർക്കിൽ തമ്പടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെയെല്ലാം നീക്കം ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് മാംദാനിയും. മാംദാനിക്ക് അവിടെ ലോ ആൻഡ് ഓർഡർ കൃത്യമായിട്ട് പാലിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അതുതന്നെയാണ് തൻ്റെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഫെഡറൽ പോലീസൊന്നും അങ്ങോട്ട് ചെല്ലേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലാണ് പിന്നെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. മാംദാനി തന്നെ ന്യൂയോർക്ക് പോലീസിന് തന്നെ ഇവരെ കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ, ഇവരെ പറഞ്ഞു വിടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് പിന്നെ രണ്ടു കൂട്ടരും തമ്മിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് പോകുന്ന പോലെയാണ് തോന്നുന്നത്. പിന്നെ പറഞ്ഞത് ഈ തൻ്റെ പല സുഹൃത്തുക്കളെയും
പിന്നെ മാംദാനി ഒരു ജിഹാദിസ്റ്റൊന്നുമല്ല, ജിഹാദിയൊന്നുമല്ല, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റും അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല ഈ പിന്നെ പോലീസ് കമ്മീഷണർ പിന്നെ ജെസിക്ക ടിഷ് അവർ പിന്നെ യഹൂദ വംശജയാണ്. അപ്പോൾ അവരെ ഉള്ളവരെ നിലനിർത്തിയിരിക്കുന്നു. അപ്പം ഒരു ആൻറ്റി സെമിറ്റിക് ആണെന്നും പറയാൻ പറ്റത്തില്ല എന്നാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്, സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങളെല്ലാം പിന്നെ ന്യൂയോർക്കിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, പിന്നെ ന്യൂയോർക്കിലെ ജനങ്ങൾക്ക് അഫോർഡബിലിറ്റി അതിനെപ്പറ്റിയാണ് താൻ സംസാരിച്ചത്. ഈ പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങൾ ന്യൂയോർക്കിന് ദോഷകരമായ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ എതിർക്കും, അല്ലാത്ത കാര്യങ്ങളിലെല്ലാം സഹകരിക്കും. പ്രസിഡന്റുമായിട്ട് നല്ല ചർച്ചയാണ് നടന്നത്. പിന്നെ ഈ ന്യൂയോർക്കിൻ്റെ ഉന്നതിയാണ് പ്രസിഡന്റും ആഗ്രഹിക്കുന്നത്. തനിക്ക് വോട്ട് ചെയ്ത് ധാരാളം ആളുകൾ പ്രസിഡന്റിനും വോട്ട് ചെയ്തതാണ്. രണ്ടു കൂട്ടരുടെയും വോട്ട് പിന്നെ അവരെല്ലാം ആഗ്രഹിച്ചത് അഫോർഡബിലിറ്റി, പിന്നെ ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ന്യൂയോർക്കിൽ ഉണ്ടാവണമെന്നാണ് ആഗ്രഹിച്ചത്. അപ്പോൾ പ്രസിഡന്റും ആഗ്രഹിക്കുന്നതാണ് എന്നാണ് മാംദാനി പറഞ്ഞത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പിന്നെ ഐസ് ഒന്നും പിന്നെ ന്യൂയോർക്ക് സിറ്റിയിൽ പിന്നെ ചിക്കാഗോയിലോ അല്ലെ ഷാർലറ്റിലോ ഒക്കെ നടക്കുന്ന പോലെ ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വേണം ഇപ്പോൾ കരുതാനായിട്ട്. ഇനി നാളെ നിലപാട് മാറ്റുമോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇനി ആരെ ആണ് ആദ്യം നിലപാട് മാറ്റുക എന്ന് ആർക്കറിയാം. പക്ഷേ തൽക്കാലം ഒരു വെടിനിർത്തലുണ്ടായി, വലിയ സഹകരണത്തിൻ്റെ പിന്നെ പാതയാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ന്യൂയോർക്കിന് പിന്നെ ഫെഡറൽ സഹായങ്ങളൊന്നും വെട്ടിക്കുറയ്ക്കില്ലെന്നും പിന്നെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 7.4 ബില്യൺ ന്യൂയോർക്കിന് ഫെഡറൽ മണി കിട്ടുന്നുണ്ട്. അത് ഏതാണ്ട് 6.4% ഈ ന്യൂയോർക്കിൻ്റെ ബജറ്റിൽ അത്രയും പിന്നെ പൈസ ഫെഡറൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ആ പൈസയൊന്നും പിന്നെ വെട്ടിക്കുറയ്ക്കുകയില്ല, അതെല്ലാം കൃത്യമായിട്ട് കൊടുക്കും. കാരണം ന്യൂയോർക്കിനെ പിന്നെ മഹത്തരമാക്കേണ്ടത് തൻ്റെയും ആവശ്യമാണെന്നാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. കാരണം പ്രസിഡൻറ്റിൻ്റെയും നാട് തന്നെയാണല്ലോ. എന്ന് മാത്രമല്ല മാംദാനിയുടെ ഈ ഇലക്ഷനിൽ ഈ ഭയങ്കര വമ്പന്മാരും ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ആളുകളൊക്കെയാണ് എതിർത്തത്. അവരെയൊക്കെ തോപ്പിച്ച് മുന്നോട്ട് വന്നു എന്നുള്ളതാണ് പ്രസിഡന്റ് അതിനെ അഭിനന്ദിക്കുകയും ചെയ്തു. അപ്പോൾ അതും പ്രസിഡന്റിനെയും ഇമ്പ്രസ് ചെയ്തു. ഇത്രയും ചെറുപ്പക്കാരനായ ഒരാൾ ഇത്ര പെട്ടെന്ന് ഇത്ര ഉന്നതമായ ഒരു സ്ഥാനത്തെത്താൻ കഴിഞ്ഞു. അപ്പോൾ മേയർ എന്നുള്ളത്, ന്യൂയോർക്ക് മേയർ എന്ന് പറഞ്ഞത് വലിയൊരു സംഭവമാണെന്നാണ് പ്രസിഡന്റും പറഞ്ഞിരിക്കുന്നത്. അത് വേണമെങ്കിൽ പിന്നെ ഈ മേയർ സ്ഥാനം തനിക്കൂടെ പിന്നെ നോക്കാൻ പറ്റുന്നൊരു പിന്നെ ഒരു സ്ഥാനമാണെന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തു. എങ്ങനെയായാലും ഈ മീറ്റിംഗ് അടിച്ചു പിരിയുമെന്നും മാംദാനിയെ അപമാനിച്ചു വിടുമെന്നും ഒക്കെ കരുതിയവർ അവർക്കെല്ലാം പാടെ തെറ്റിപ്പോയി. ഇന്നലെ വരെ കമ്മ്യൂണിസ്റ്റ്, ലുണാറ്റിക്, പിന്നെ വട്ടൻ ഈ രീതിയിലൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഇതാ മഹാനായ നേതാവും മഹാനായ മേയറും അദ്ദേഹം മഹാനായ വ്യക്തിയാകാൻ പോകുന്നു എന്നെല്ലാം പറഞ്ഞ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശംസ ചൊരിഞ്ഞുകൊണ്ട് പിന്നെ ചർച്ച അവസാനിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ രാഷ്ട്രീയം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴാണ് മനംമാറ്റം ഉണ്ടാകുന്നതെന്നും എപ്പോഴാണ് തിരിഞ്ഞും മറിഞ്ഞും വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇന്നിങ്ങനെയൊക്കെ പറഞ്ഞു, നാളെ വേറെ ഒരു രീതിയിൽ പറഞ്ഞു കൂടാഴുകയുമില്ല. കാരണം ആരെങ്കിലുമൊക്കെ ചെന്ന് പ്രസിഡന്റിനോട് പിന്നെ പറഞ്ഞു പിടിപ്പിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ സംഭവവികാസങ്ങൾ വന്നതുകൊണ്ടോ മാറ്റങ്ങൾ ഉണ്ടായിക്കൂടാഴുകയുമില്ല. എന്തായാലും ഇപ്പോൾ തൽക്കാലം നമുക്ക് ആശ്വസിക്കാം. മേയർ ഒരു ഇന്ത്യക്കാരനാണല്ലോ. ഇന്ത്യക്കാരനാണെങ്കിൽ നമ്മളിൽ നല്ലൊരു പങ്ക് ആളുകൾക്ക് അത് ഇഷ്ടമില്ല. കാരണം അദ്ദേഹം മുസ്ലിമാണെന്നുള്ളൊരു പ്രശ്നം കിടക്കുന്നു. എങ്ങനെയാണേലും ന്യൂയോർക്ക് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ. ന്യൂയോർക്കിലെ ആളുകൾക്ക് അവിടെ അഫോർഡബിലിറ്റി പിന്നെ അതിനൊരു മാറ്റമുണ്ടാവേണ്ടത് അത്യാവശ്യം തന്നെയാണ്. വലിയ പണക്കാർ മാത്രമല്ല പാവപ്പെട്ടവരും ന്യൂയോർക്കിൽ താമസിക്കുന്നു. അപ്പോൾ പാവപ്പെട്ടവരുടെ കാര്യം നോക്കാനായിട്ട് ഇതേവരെ ആരും ഉണ്ടായിട്ടില്ല. മാംദാനിയാണ് ആദ്യമായിട്ട് അതിൻ്റെ രംഗത്ത് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്കും വിജയം ആശംസിക്കാം. ഇപ്പോൾ പ്രസിഡന്റ് ട്രംപിന് മാംദാനിക്ക് ഇത്ര വിജയം ആശംസിക്കാമെങ്കിൽ പിന്നെ നമുക്കെന്താ പ്രശ്നം ഇരിക്കുന്നത്? നമുക്കെന്താണ് വിരോധം ഇരിക്കുന്നത്? നമ്മുടെ ഒരാൾ